Hello all, എല്ലാവർക്കും GK Well Done PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുന്നവര് കമന്റ് ബോക്സ് കൂടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും തിരുത്തുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പൊതുവെ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചോദ്യങ്ങളായിരുന്നു. മെയിൻസ് എക്സാം ആയതുകൊണ്ട് തന്നെ SSCRT യിൽ ഒറ്റ ചോദ്യം പോലും വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. SSCRTക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു. ഒപ്പം നമുക്ക് മലയാളവും മാത്സും പറയുകയാണെങ്കിൽ മലയാളം എനിക്ക് തോന്നുന്നു ശബ്ദധാരാവലിയിൽ നിന്ന് പോലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാത്സിന്റെ ചോദ്യങ്ങൾ +1 +2 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. +2 നിലവാരമുള്ള ഒരു പരീക്ഷയ്ക്ക് +1 +2 എനിക്ക് തോന്നുന്നു സയൻസിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന എക്സാമിന് എന്തെല്ലാം കാര്യങ്ങളാണ് അടുത്ത ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഈ വരുന്ന 10th പ്രിലിംസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്കായിട്ട് നിങ്ങൾ എന്തൊക്കെ അടുത്ത എക്സാമിന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? ഉത്തരം കാണ്ട്ല, നവശേവ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകളാണ് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇത് രണ്ടും SCRT യിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇതും നമ്മുടെ SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ബാങ്കാണ് ഗ്രാമീണ മേഖലാ ബാങ്ക്. അടുത്തതും SCRT തന്നെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, സുവർണ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ്? സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം, പച്ചക്കറിയാണ്. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് പഞ്ചാബാണ്. അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കാം. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഉത്തരം ജർമ്മൻ ഭരണഘടന. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധ്യത നൽകിയ കമ്മിറ്റി ഏതാണ്? ഉത്തരം PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏതാണ്? ഉത്തരം വരുന്നത് തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ലഭിക്കുവാനുള്ള അവകാശം. അടുത്തത് 10ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ബിൽ അവതരിപ്പിച്ചത്? ഉത്തരം വരുന്നത് ശ്രീ അമിത് ഷാ. ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഉത്തരം PSLV C-49. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ഇത് നമ്മുടെ SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഉത്തരം വരുന്ന ഇതാണ്, ഓക്സിഡേഷൻ ആണ്. നെക്സ്റ്റും SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം? സയൻസ് ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നു, അത്യാവശ്യം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇതും SCRT. ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. അടുത്തത്, ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ എന്താണ്? മർദ്ദം കുറവായതുകൊണ്ടാണ്. SCRT ബേസ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. മനുഷ്യ ഹൃദയത്തിന്റെ അറകളിൽ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൾവിന്റെ പേര് വിതള വാൾവ്. SCRT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏതാണ്? ആൻഡ്രോജൻ ആണ് കേട്ടോ. പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ എന്താണ്? സ്ത്രീകളുടെ ഹോർമോൺ ആണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം എന്തായിരുന്നു? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ്? ഉത്തരം നമുക്കറിയാം, ഏതാണ്? ഉത്തരം വരുന്നത് വൈഡൽ ടെസ്റ്റ്. SCRT ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം
പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ. ഓക്കെ, അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ഏതാണ്? ഉത്തരം ജാവ്ലിൻ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് എന്താണ്? ചാക്യാർ കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. 24. ജൈന വാസ്തു ക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? അപ്പം ഇതിനകത്ത് ഉത്തരം വരുന്നത് ഏതാണ്? എറണാകുളമാണ് കേട്ടോ. അടുത്തത് COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? നമുക്കറിയാം, ദക്ഷിണാഫ്രിക്ക. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അല്ലാത്ത സമ്മേളനം ഏതാണ്? ഉത്തരം പാരീസ് സമ്മേളനം. താഴെ നൽകിയിരിക്കുന്നവയിൽ കോണ്ടൂർ നിർവചനം കണ്ടെത്തുക. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങൾ ശരിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുക. ഉത്തരം 1ഉം 2ഉമാണ്. വിത്ത് വിതയ്ക്കുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്, ഒക്ടോബർ നവംബറിലാണ് നമ്മൾ വിളവെടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാണ്? ഏതാണ്? ഉളിയാട്ടുറ. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏതാണ്? ബാർബറോസ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള, പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പോ നമുക്കറിയാം ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റാണി ലക്ഷ്മിഭായ്, ഝാൻസി, നാനാ സാഹിബ്, കാൺപൂർ ആണ് വരുന്നത്. അതുപോലെ കൻവർ സിംഗ് എവിടെയാണ് വരുന്നത്? കൻവർ സിംഗ് വരുന്നത് ആറയാണ് വരുന്നത്. ബഹദൂർ ഷാ സഫർ ഡൽഹി. അടുത്തത് ചൗരി ചൗര സംഭവം മുതൽ ഗാന്ധിജി നിർത്തിവെച്ച സമരം. റിപ്പീറ്റഡ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതാണ്? നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി 90 വർഷമാണ് 2021 വരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റായിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഇതാണ്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി. രാജാറാം മോഹൻ റായിയുടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരി, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. പേസി മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഏതാണ്? സംഖ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് 5. പൊതുമേഖലാ സ്ഥാപനയുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയാണ് സ്വകാര്യവൽക്കരണം. നമ്മളുടെ SCRT ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലിക അവകാശം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, സ്വത്തവകാശം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഇൻസുലിൻ കോശത്തിലുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. അടുത്ത ചോദ്യം. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആയ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? B11529. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഭൂഗുരുത്വാകർഷണ ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? പാസ്കൽസ് ലോ ആണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ എത്രയായിരിക്കും? +5 ഡയോപ്റ്റർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏതാണ്? ഉത്തരം ഏതാണ് വരുന്നത്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്ന വ്യക്തി ആരാണ്? രാഷ്ട്രപതി. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയിലൂടെ
ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലാകുന്ന രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്നു. പദ്ധതി ഏതാണ്? പദ്ധതി ആശ്വാസ കിരണം പദ്ധതിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? എഡ്യൂസാറ്റ്. എംപിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്ന ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? സൻസദ് ആദർശ് ഗ്രാമ യോജന. അടുത്ത ചോദ്യം നോക്കാം. 51. ഒരു ഗ്രൂപ്പിൽ 400 ആളുകളുണ്ട്. അതിൽ 250 പേർ ഹിന്ദിയും 200 പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. എത്ര പേർക്ക് 2 ഭാഷയും സംസാരിക്കാനായിട്ട് കഴിയും? മാത്സിന്റെ ചോദ്യമാണ്. 50 ആണ്. എന്തെങ്കിലും ഒബ്ജക്ഷൻസോ നിങ്ങൾക്ക് ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ശരി, അടുത്ത ചോദ്യം. I ഒരു ഇമാജിനറി നമ്പർ ആയാൽ i⁹ വില ഏതാണ്? നമുക്ക് അറിയാം I തന്നെയാണ്. I⁹ തന്നെയാണ് കേട്ടോ. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? 0. എ എന്ന സെറ്റില് 4 അംഗങ്ങളുണ്ട്. എക്ക് എത്ര ഉപഗണങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16. 16ന്റെയും 4ന്റെയും ജോമെട്രിക് മീൻ കണ്ടെത്തുക. നമുക്കറിയാം എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാനായിട്ട് കഴിയും? എത്രയാണ് ഇതിന്റെ ഉത്തരം വരുന്നത്? എത്രയാണ്? 120. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? 24%. 340⁸ എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഉത്തരം 6. 3x + 2x 2y + 5 എന്ന രേഖയുടെ ചരിവ്. ഇതിനകത്ത് a b c -a/b എന്നാണ് കേട്ടോ അതിന്റെ ഉത്തരം വരുന്നത്. +2 ആണോ +1 ആണെന്ന് തോന്നുന്നു. +1 ആണ് കേട്ടോ. -a/b ആണ് അതിന്റെ സ്ലോപ്പ് വരുന്നത്. -a/b ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. -3/2 ആണ്. 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം 225. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. He is senior dash my college. ഉത്തരം വരുന്നത് senior to me in the college. Everyone passed the examination, didn't they? If you had told the truth, they dash you would have believed you. Neither Raju nor his friends go home every week. I saw a swarm of bees. The next question. An honest man is the noblest work of God. Select the suitable one-word substitute for an ability to make judgment and take quick decision. Uttaram acumen. While walking in the park, I came across an old friend. Choose the correct synonym of weary. The answer is tired. Select the correct spelled word from the following option. Answer handkerchief. Okay. Next മലയാളമാണ്. മലയാളം ചോദ്യങ്ങൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു. ശബ്ദധാരാവിൽ നിന്നും പോലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തജ്ജീവം, തജ്ജീവിതം, പിരിച്ചെഴുതുക. തത് അധികം ജീവിതം. ധ്വനം, പര്യായ പദമാണ് മരുഭൂമി. തിക്തം, വിപരീത റിപ്പീറ്റഡ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തിക്തം മധുരമാണ്. ജനനിബിഡം, ജനങ്ങളാൽ നിബിഡമായത്. അടുത്തത് പ്രസാദകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്ത്? പ്രസാധിക. പ്രയതി, സമാന പദം ദാനം. അടുത്തത് ശരിയായ വാക്യം. സാധാരണ ശരിയായ വാക്യമൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉത്തരം വരുന്നത് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നതിന് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. അടുത്തത് പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രതിഷ്ഠാപകൻ. ശരിയായ പദം എന്താണ്? അനാരതം. ഗതാനുഗതി കന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുകരണശീലം. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചോളൂ, കെമിസ്ട്രിയുടെ ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാരാതെ നേരിട്ട് വാതക രൂപത്തിലേക്ക് ആക്കുന്ന പ്രക്രിയയുടെ പേരാണ് സബ്ലിമേഷൻ. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്.
വെള്ളവുമായി പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? ബെരീലിയം. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഗ്പൂർ. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏതാണ്? വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. പൊള്ളൽ ഉണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളൽ ഉണ്ടായ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണികൾ എടുത്തു മാറ്റുക. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത്. ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണമാണ് ഒരു ജോഡി ചെറിയ മുറിവ്. സൈബർ ഭീകരവാദത്തിന്റെ സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോർണോഗ്രഫി. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ബോംബെ വിക്ടോറിയ തുറമുഖത്തിന്റെ തീ അപകടം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൈൽ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പദ അല്ലെങ്കിൽ ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തത്, അന്തരീക്ഷ വായുവില് ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. താഴെ പറയുന്നവയില് വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥമാണ് ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഇത് 206. സ്ഥിരമായി മസ്തിഷ്ക ക്ഷതം തടയുന്നതിന് കാർഡിയോ പൾമോണറി പുനർ ഉത്തേജനം നൽകേണ്ടത് സ്ഥിരമായ മസ്തിഷ്കം തടയുന്നതിന് കാർഡിയോ പൾമോണറി പുനർ ഉത്തേജനം നൽകേണ്ടത് അത്യാഹിതം സംഭവിച്ച 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ. ചോക്കിംഗ് എന്നാൽ എന്താണ്? മൊത്തമായ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത് എന്താണ്? മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയാണ് സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സൗജന്യമായിട്ടുള്ള PSC ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും സ്റ്റഡി നോട്ട്സിനും കറണ്ട് അഫയറിനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ ഏതെങ്കിലും ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അടുത്ത എക്സാമിന് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും തീർച്ചയായിട്ടും വരുന്ന 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.